മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നത്തെ മാതൃഭൂമിയിൽ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വാർത്ത. ആ വാർത്ത ഞാൻ വെറുതെ വായിക്കാം, എന്നിട്ട് എൻ്റെ തോന്നലുകൾ കൂടി പറയാം. ഇതാണ് വാർത്ത. ശരിക്ക് എല്ലാം ശരിയാകും എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ ഫ്ലക്സും നോട്ടീസും അടിച്ച് ഇറങ്ങിയവർ 334 ദിവസം 294 കൊലപാതകങ്ങൾ. ഇതാണ് ടൈറ്റില്. PJ ജോസ് എന്ന് പറയുന്ന വ്യക്തി റിപ്പോർട്ടാണ്. സർക്കാർ അധികാരമേറ്റിട്ട് 334 ദിവസം. ഇതിനിടെ സംസ്ഥാനത്തുണ്ടായത് 294 കൊലപാതകങ്ങൾ. 81 പ്രതികളെ ഇനിയും പിടികിട്ടാനുണ്ട്. 143 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. വിചാരണ തുടങ്ങിയിട്ടില്ല. ആരെയും ശിക്ഷിച്ചിട്ടുമില്ല. കൊല്ലപ്പെട്ടവർ കൂടുതൽ തലസ്ഥാനത്ത്. തിരുവനന്തപുരം ജില്ലയിൽ 43 കൊലപാതകങ്ങൾ. കൂടുതൽ സ്ത്രീകൾ കൊല്ലപ്പെട്ടതും ജില്ലയിൽ തന്നെ 13 എണ്ണം. രണ്ടാം സ്ഥാനം തൃശ്ശൂരിന് 37. കുറവ് വയനാട്ടിൽ. ഇനി കൊലപാതകങ്ങളുടെ എണ്ണം, അതിൻ്റെ രീതി. ശരിക്ക് തിരുവനന്തപുരത്ത് 26 പുരുഷന്മാർ, 13 സ്ത്രീകൾ, 4 കുട്ടികൾ. തൃശ്ശൂരിൽ 20,9,8. കൊല്ലം 19,8,0. 0 കുട്ടികൾ മരിച്ചു. 19 പുരുഷന്മാരും 8 സ്ത്രീകളും. എറണാകുളം മുതൽക്ക് വയനാട് വരെ അവലംബം ഏപ്രിൽ 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വെച്ച രേഖകൾ. അറിയേണ്ടവർ തന്നെയാണ് അത് വെച്ചത് എന്നുള്ളത് അത്ഭുതകരം. ഓരോ ദിവസത്തെ പത്രത്തിൽ നോക്കിയാലും മനുഷ്യനെ മനുഷ്യൻ പച്ചയ്ക്ക് കൊല്ലുന്നു. ലോകത്തില് ഏറ്റവും കൂടുതൽ പോലീസ് ഉള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ പോലീസുകളുള്ള സംസ്ഥാനം കേരളമാണ്. ശരിക്കും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒറീസയിലും ഒക്കെ ഇതിൻ്റെ 7-1 ഭാഗമേ ഉള്ളൂ. ഇത്രയും പോലീസുണ്ട്, ഇത്രയും സംവിധാനങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പരമകാഷ്ഠയിൽ നിൽക്കുന്നു. സാമ്പത്തികമായിട്ടുള്ളതിൽ പരമകാഷ്ഠയിൽ നിൽക്കുന്നു. സാമൂഹികമായിട്ടുള്ള നിലവാരത്തിൽ പരമകാഷ്ഠയിൽ നിൽക്കുന്നു. ആത്മീയതയിൽ ഭാരതത്തിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രങ്ങളും പള്ളികളും മസ്ജിദുകളും ഇവിടെയാണുള്ളത്. അതുപോലെ എത്ര മെഡിക്കൽ കോളേജ്, പ്രൊഫഷണൽ കാര്യത്തിൽ കേരളം മുമ്പിൽ നിൽക്കുന്നു. ഇതെല്ലാമായിട്ടും ഒരു ദിവസത്തിൽ ഒരു കൊലപാതകത്തിന് തുല്യം. പട്ടാപ്പകൽ വാശിയും വൈരാഗ്യവും കൊണ്ട് നടക്കുന്നത്. എല്ലാം ശരിയാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവരും മരിച്ചവരുമുണ്ട്, കൊന്നവരുമുണ്ട്. അതിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. കൊലപാതകമാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരിച്ചിരിക്കാനും കൊന്നിരിക്കാനും സാധ്യത ഹിന്ദുക്കൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലാവാനാണ് സാധ്യത. ഞാൻ എല്ലാവരോടും തൊഴുകയോടെ പറയുന്നു, മക്കളെ, നിങ്ങളെ കൊല്ലാനും ചാവാനുമായിട്ട് വിട്ടവരുടെ നേതാക്കന്മാരുടെ മക്കളെല്ലാം കേരളത്തിന് പുറത്താണ് പഠിക്കുന്നത്. അവരെല്ലാം സന്തോഷത്തോടുകൂടി മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നു. അവരാനന്ദത്തോടുകൂടി കുടുംബവുമായിട്ട് ജീവിക്കുന്നു. ഇവർക്ക് വേണ്ടി, ഈ മന്ത്രിമാർക്കും ഈ നേതാക്കന്മാർക്കും വേണ്ടി ചാവാനും കൊല്ലാനും ഇറങ്ങി പുറപ്പെട്ട നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങളുടെ അമ്മയുടെ കണ്ണീര്, നിങ്ങളുടെ അച്ഛൻ്റെ കണ്ണുനീര്, നിങ്ങളുടെ വീട്ടിലുള്ള സഹോദരി സഹോദരന്മാരുടെ കണ്ണീര്, നിങ്ങളുടെ ഭാര്യയുടെ, നിങ്ങളുടെ മക്കളുടെ കണ്ണുനീര്, ആർക്കു വേണ്ടിയാ നിങ്ങൾ കൊല്ലാനും ചാവാനും നടക്കുന്നത്? ഈ നേതാക്കന്മാർ ആരും നിങ്ങളുടെ അടുത്ത് വരില്ല. ഒരാളും നിങ്ങളെ സഹായിക്കാൻ വരില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു തിന്മയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ശിക്ഷയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴും. നിങ്ങൾക്കറിയാം, ഒരു പോലീസ് IG വർഗീസിനെ കൊല്ലാൻ നിർദ്ദേശിച്ചു എന്ന പേരിൽ വാർദ്ധക്യത്തിൻ്റെ പരമകാഷ്ഠയിൽ പോലും 2 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ വർഗീസിനെ കൊന്നതിന് കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞ് അയാളുടെ ബന്ധുക്കൾ സർക്കാരിനെ, കോടതിയെ ശരണം പ്രാപിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് വർഗീസ് കൊടും ഭീകരനാണെന്ന് പറഞ്ഞിട്ടാണ്. ആ കൊടും ഭീകരന് കോമ്പൻസേഷൻ കൊടുക്കാൻ സാധിക്കില്ല. ആ കൊടും ഭീകരനെ കൊന്നതിനാണ് ഒരു IG അല്ലെങ്കിൽ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജയിലിൽ പോകേണ്ടി വന്നത്.
അപ്പൊ സർക്കാർ പറഞ്ഞതൊന്ന്, ജയിലിൽ പോകേണ്ടി വന്നപ്പോൾ പറഞ്ഞതൊന്ന്, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നപ്പോൾ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ഉള്ളത്. ഇതെല്ലാം നമ്മൾ അറിയണം. ഞാൻ നിങ്ങളോട് ഒന്നേ പറയുന്നുള്ളൂ, ഒരിക്കൽ ജഗദീശ്വരൻ തന്ന ഈ ജന്മം കൊല്ലാനും ചാവാനുമായിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടല്ലേ. ഒരു മരണം അമ്മയുടെ മനസ്സിലുണ്ടാക്കുന്ന വേദന. നമുക്കൊക്കെ മക്കളുണ്ട്. ആ മക്കളുടെ ശരീരത്തിലോ മനസ്സിലോ ചെറിയൊരു വേദന ഉണ്ടായാൽ അച്ഛൻ എന്ന ഞാനും എൻ്റെ ഭാര്യ, അമ്മ എന്ന അവളുടെയും മനസ്സിലെ ടെൻഷൻ അറിയാം, കുടുംബ ബന്ധത്തിന്റെ മഹത്വം. അതുകൊണ്ട് വികാരത്തോടുകൂടി പറയുന്നു, ചാവാനും കൊല്ലാനും പോവല്ലേ. ഈ മന്ത്രിമാരും മുകളറ്റം മുതൽക്ക് ചൂടറ്റം വരെ ഉള്ളവരും നിങ്ങളെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കും. നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് നിങ്ങൾ 52 വെട്ട് വെട്ടാനും അല്ലെങ്കിൽ വെട്ട് സ്വീകരിക്കാനുമായിട്ട് പോകുമ്പോൾ ഓർമ്മിക്കാം നിങ്ങളുടെ മക്കളുടെയും ഭാര്യയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും മുഖം. ചാവാനും കൊല്ലാനും പോവല്ലേ. പല വിധത്തിൽ ഫ്ലക്സ് വെച്ച് ആൾക്കാരെ പറ്റിച്ച് അധികാരത്തിൽ തുടരാൻ വേണ്ടി പച്ച നുണ പറഞ്ഞ്, കാര്യം പച്ച നുണ പറഞ്ഞ് ആ അധികാര കസേരയിലെ പോലീസുകാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ വാണരളുമ്പോൾ ചത്തവന്റെ വീട്ടുകാർക്ക് പോയി നിങ്ങൾ മരിക്കല്ലേ, മരിക്കാൻ നിന്നു കൊടുക്കല്ലേ, കൊല്ലല്ലേ, കൊല്ലാൻ നിന്നു കൊടുക്കല്ലേ. ഇത് ഈ വാർത്ത ഇന്ന് രാവിലെ തലമുടി വെട്ടാൻ പോയപ്പോൾ ബാർബർ ഷോപ്പിൽ കണ്ടതാ. പിന്നീട് വന്നിട്ട് എൻ്റെ വീട്ടിലുള്ള മാതൃഭൂമിയിൽ ഞാൻ വായിച്ചു. എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും വിദ്യാസമ്പന്നമായ കേരളത്തില്, എല്ലാം തികഞ്ഞ കേരളത്തില്, എല്ലാം ശരിയാക്കാനായി കേറിയവര് അതിനെതിരെ പ്രവർത്തിച്ച ഒരു പോലീസ് IG-യെ താഴെ ഇറക്കി വേറൊരുവനെ കയറ്റിയതാ. ഒരു നെഹ്റു കോളേജില് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവന് കണി കണ്ടുണർന്നത് ഒരു മന്ത്രിയുടെ ചിത്രമാണെന്ന് പറഞ്ഞ ആ മനുഷ്യൻ മരിച്ച് 32 ദിവസം മുമ്പാണ് അവരുടെ അമ്മയും അച്ഛനും ഇവിടെ പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് അവരെ സഹനസമരം നടത്തി അവരെ പിടിച്ചടിച്ച് വലിച്ചു കൊണ്ടുപോയി. അതിൽ തോക്ക് സ്വാമി ഉണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്നുള്ളത് വെറുതെ ചിന്തിച്ചു നോക്കാം. 32 ദിവസമായി. അന്വേഷണം 30 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞത് തുടങ്ങിയിട്ട് പോലും ഇല്ല. പാർട്ടി പ്രവർത്തകന്റെ അവസ്ഥ കൂടിയാണിത്. ഏത് പാർട്ടിയിലും ഇതൊക്കെ തന്നെയാണ്. മരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ BJP-യിലാണെങ്കിലും RSS-ലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും CPM-ലാണെങ്കിലും CPI-ലാണെങ്കിലും CPI പിന്നെ മരിക്കാനായിട്ട് നിന്നു കൊടുക്കാറില്ല എന്ന് തോന്നുന്നു. എനിക്ക് മുഴുവൻ അറിഞ്ഞൂടാ. ഏതായാലും ഈ ഒരു വാർത്ത സാക്ഷര കേരളം, പരശുരാമക്ഷേത്രം, സാംസ്കാരിക കേരളം, ഓണം ആഘോഷിക്കുന്ന കേരളം, എല്ലാ മതങ്ങളും ഒരുമിച്ചിരിക്കുന്ന കേരളം എന്തിനാ ചാവാനും കൊല്ലാനും വേണ്ടി മുകളിലുള്ള മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് കൂടി മറക്കരുത്. ആൾക്കാർ ചുവട്ടിലുള്ള പോരല്ല, മുകളിൽ നിന്ന് കൊല്ലാനും ചാവാനും താഴത്തേക്കും മുകളിലുള്ളവരുടെ മക്കളും ബന്ധുക്കളും എല്ലാം ദേശവിദേശങ്ങളിൽ ഉയർന്ന ഔദ്യോഗിക പദവിയിൽ ലാവിഷായിട്ട് ജീവിക്കുമ്പോഴും നിങ്ങൾ ആ ചാവാനും കൊല്ലാനും പോകുന്നത് ഓർമ്മിപ്പിക്കട്ടെ. അരുത് മക്കളെ. സുഗതകുമാരി പറഞ്ഞ മാതിരി അമ്മയുടെ വേദന മാത്രമെങ്കിലും മനസ്സിലുണ്ടാവട്ടെ, അമ്മയുടെ വേദനയെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. പ്രണാമം, നമസ്കാരം.